ഇരിക്കുമോളെ. ഇരിക്കെടുത്തി. ഇപ്പൊ ബഹുമാനമൊക്കെ അങ്ങ് മനസ്സിൽ മതി. ഇരിക്കുമോളെ. ഇരിക്കടാ. കുറെ നാളായി നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്ന കാർമേഹങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് ഒഴുകിപ്പോയ പോലെ. ഇനി എല്ലാരും കൂടെ ചേർന്ന് സ്വാതി നമുക്ക് മധുരം കൊടുക്കുക. ആദ്യം മധുരം കൊടുക്കേണ്ടതേ നീല. ഒന്നും അറിയാതെ ഇരിക്കുന്ന കണ്ടില്ലേ നീല? നീ ആദ്യം ഇടത്തേക്ക് മധുരം. ഇനി മോൻ കൊടുക്ക. പിടിക്കുമോളെ. ഇനി ഞാൻ കൊടുക്കാം. അയ്യോ, ശരിക്കും ഗർഭിണിയാണല്ലോ അല്ലേ? അയ്യോ, കഴിക്കും മോളെ. അമ്മായി ഒന്ന് മാറിയേ. ഇതോടെ ഇരിക്കട്ടെ. ഇത് പിടിച്ചേ. കഴിച്ചു. ഗൗരി, പിണക്കവും വഴക്കവും ഒന്നും ഈ സമയത്ത് കാണിക്കാനുള്ളതല്ല. സ്വാതിയുടെ ഒരേ ഒരു നാത്തൂനാ നീ. സ്വാതിക്ക് മധുരം കൊടുക്കാൻ നിനക്കും കടമയുണ്ട്. വലിച്ചൻ പറയുന്നത് നീ കേട്ടില്ലടി? എല്ലാവരും ഇവക്ക് മധുരമൊക്കെ കൊടുത്തു. അതിന് ഇവക്ക് ഗർഭം തന്നെയാണെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? അത് വേണം ആദ്യം പരിശോധിക്കാൻ. ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രഗ്നൻസി ടെസ്റ്റ് നടത്തണം. എന്താ, അത് വേണ്ടേ? ഇനി ഒരു പരിശോധനയും വേണ്ട. സ്വാതിയെടുത്ത് ഗർഭിണി തന്നെ. അതിന് നീ ആരാ വയറ്റാട്ടിയോ ഇങ്ങനെ ഉറപ്പിച്ചു പറയാൻ? അല്ല, ഗൗരിമോള് പറഞ്ഞത് നേരല്ലേ മഹേഷേട്ടാ? സത്യത്തിൽ അതല്ലേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? അതിനൊക്കെ ഇനി സമയമുണ്ട്. അത് പരിശോധിക്കുന്നതിൽ ഇവിടെ ആർക്കാ തടസ്സം? അതൊക്കെ നീലും സ്വാതിമോളും കൂടെ ഹോസ്പിറ്റലിൽ പോയി ചെയ്തോളും. ഹോസ്പിറ്റലിലൊന്നും പോണ്ട ഒരു കാര്യമില്ല. പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ ഇപ്പൊ വീട്ടിൽ തന്നെ ചെയ്യാലോ. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രഗ്നൻസി ടെസ്റ്റിനുള്ള കിറ്റുമായി ആളിപ്പോ ഇവിടെ എത്തും. സ്വാതി, നീ ഗർഭിണിയാണോ അല്ലയോന്ന് നമുക്ക് ഇപ്പൊ തന്നെ പരിശോധിക്കാം. ഇതാ മേഡം. താങ്ക്സ് ഡാനി. പിന്നെ അധിക ദൂരത്തേക്കൊന്നും പോയി കളയരുത്. ഇതുപോലെ ഇനി ആവശ്യം വരും. മേഡം വിളിച്ചാൽ മതി, ഞാൻ എത്തിക്കൊള്ളാം. എന്നാ ശരി, പൊയ്ക്കോ.
ഇവളെന്തിനാ ഇതിനകത്ത് കയറി ഇടപെടുന്നത്? എടാ മോനെ, ഒരു നല്ല കാര്യമല്ലേ വേദമോള് ചെയ്തത്? അവളെ വെറുതെ എന്തിനാ ഇങ്ങനെ കുറ്റം പറയുന്നത്? ദേ അമ്മായി, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. അതിന് ഇവളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. അങ്ങനെ പറയരുത് നീൽ. ഞാൻ നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതൊന്നും അല്ല. ഒരു സഹായം, അത്രേ ഉള്ളൂ. പ്രഗ്നൻസി ടെസ്റ്റിനുള്ള കിറ്റാ. ഇവിടെ വെച്ച് തന്നെ ഇവളുടെ പ്രഗ്നൻസി പരിശോധിക്കാൻ സാധിക്കും. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഈ ജോലി ഞാൻ തന്നെ ഏറ്റെടുക്കാം. ആ, അത് തന്നെയാ നല്ലത്. ഞാനും വരാം. വാ മോളെ സ്വാതി, എഴുന്നേക്ക്. വേണ്ട, ഇവൾക്കിതെന്തോന്നു? ഇങ്ങെടുക്ക, ഞാൻ പരിശോധിച്ച് നോക്കിയോളാം. അതിങ്ങ് തന്നേ. വാ സ്വാതി എടുത്തി. അമ്മ ചെല്ലും. ചെല്ലുമോളെ, എന്നായാലും ഇത് ചെയ്യേണ്ടതല്ലേ. ചെല്ലു. ഞാനും കൂടെ വരാം. വാ. അയ്യോ വേണ്ട, എല്ലാവരും ഇവിടെ തന്നെ നിന്നാ മതി. എടുത്തി വാ. ചെല്ലുമ്മേ. വാടാ. അതെ, ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളെ രണ്ടുപേരും ഒന്ന് കാണണം. ഓ, കാണാലോ. ഈയടാ, പോടാ. ഇതിലെന്തോ ഒരു കള്ളത്തരമുണ്ട് വേദ. അതാ അവൾക്ക് ഇത്ര വെപ്രാളം. അത് തന്നെ. അവള് പരിശോധിക്കട്ടെ ഗൗരി. ആ പ്രഗ്നൻസി കാർഡില് കള്ളത്തരം കാണിക്കാൻ അവൾക്ക് കഴിയില്ല. അവൾക്കെന്നല്ല, ആർക്കും കഴിയില്ല. അവള് ഗർഭിണിയാണോ അല്ലയോന്ന് നമുക്കിപ്പൊ തന്നെ അറിയാം. ഏട്ടത്തി ധൈര്യമായിട്ടിരിക്കെ. ഈ കാർഡില് 2 വരതനം തെളിയും. ഇല്ലെങ്കിൽ നോക്കിക്കോ, ഏട്ടത്തി ഗർഭിണി തന്നെയാ. ശോ, ഈ ഏട്ടത്തിന്റെ ഒരു പേടി. ചതിച്ചല്ലോ ഏട്ടത്തി. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? സോറി ഏട്ടത്തി. വെറുതെ കുറച്ച് സന്തോഷിച്ചു അല്ലേ നന്ദിനി? സാരമില്ല, ഇനിയിപ്പോ നീ തന്നെ എല്ലാരോടും സത്യം പറഞ്ഞാൽ മതി, ഞാൻ ഗർഭിണിയല്ലാന്ന്. ഏട്ടത്തി, കുറച്ച് സമയം കൊണ്ട് ഈ വീട്ടിൽ എല്ലാരും ഒരുപാട് സന്തോഷത്തിലിരിക്കുക.
അതൊക്കെ ഒറ്റയടിക്ക് നമുക്ക് നശിപ്പിക്കണോ? ഏട്ടത്തി ഗർഭിണിയല്ലെന്നറിഞ്ഞ് സന്തോഷിക്കാനും പരിഹസിക്കാനും ഗൗരിയും വേദം കാത്തു നിൽക്കുക. ഈ കാർഡിൽ 2 വരെ തെളിഞ്ഞോന്നറിയാൻ അവരിപ്പോ വരും. ഏട്ടത്തി, ഞാനൊരു കാര്യം പറഞ്ഞ ഏട്ടത്തി അത് അക്ഷരം പ്രതി അനുസരിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോ നമ്മൾ ചെയ്യേണ്ടത്. എന്ത് കാര്യം? എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം മാറാത്ത ഈ വീട്ടില് ഇപ്പൊ ദൈവം തന്ന സന്തോഷമായത്. കുറച്ചു ദിവസത്തേക്ക് ഈ സന്തോഷം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. നീ എന്തൊക്കെ നന്ദിനി പറയുന്നേ? ഞാൻ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞിട്ട് നമുക്ക് എന്താ നേട്ടം? സത്യം പറഞ്ഞാ പോരെ? അതല്ലേ നല്ലത്? അതല്ല ഏട്ടത്തി, ഇപ്പൊ നമ്മൾ ഈ സത്യം പറഞ്ഞ എല്ലാവരുടെയും മുന്നിൽ ഏട്ടത്തി അപമാനിക്കപ്പെടും. ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ഏട്ടന്റെ ആഗ്രഹം ഏട്ടത്തിക്ക് അറിയില്ലേ? ഏട്ടത്തി, ഡോക്ടർ പറഞ്ഞതിന്റെ ഷോക്കിലായിരുന്നു ഏട്ടൻ അല്പം മുമ്പ് വരെ. പക്ഷെ ഇപ്പോ ഏട്ടൻ നിറഞ്ഞ സന്തോഷത്തില. വീണ്ടും ആ ഷോക്ക് നമ്മൾ തന്നെ കൊടുക്കണോ? വേഗം വാ. ഇതും ഗർഭമല്ലെന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞത് സത്യമാണെന്ന് ഏട്ടൻ വിശ്വസിക്കില്ലേ? സ്വാതി, കതക് തുറക്ക്. സ്വാതി, എന്തിനെ? വാതില് തുറക്കടി. അങ്ങനെ രഹസ്യമായിട്ടുള്ള പരിശോധനയൊന്നും വേണ്ട. സത്യം ഞങ്ങൾക്ക് കൂടെ ഒന്ന് അറിയണമല്ലോ. കള്ളത്തരം കാണിക്കാനേ നിന്നെ ഞങ്ങൾ അനുവദിക്കത്തില്ല. അവളുടെ ഒരു ഗർഭം. വാതിൽ തുറക്കടി. മതി, വാതിൽ തുറക്കാൻ. കേട്ടില്ല അവളുമാരെ കടന്ന് വിളിച്ചു പോകുന്നത്? അവർക്ക് മുന്നിൽ തോക്കാൻ ഏട്ടത്തി ഞാൻ സമ്മതിക്കില്ല. സ്വാതി, വാതിൽ തുറക്ക്. വാതിൽ തുറക്കടി. ദേ, രണ്ടും കൂടെ എന്തെങ്കിലും കള്ളത്തരം കാണിക്കാനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല. അങ്ങനെ ഞങ്ങളെ പറ്റിച്ച് നീ ഇവിടെ ഗർഭിണിയായിട്ട് അഭിനയിച്ച് തകർക്കാമെന്ന് വിചാരിക്കണ്ട. സമ്മതിക്കില്ല ഞങ്ങള്. വാതില് തുറക്ക. തുറക്കടി. തുറക്കാൻ. എന്ത് വേണം? എന്തിനാ ഇങ്ങനെ കിടന്ന് വാതിൽ അടിച്ചു പൊളിക്കുന്നേ? ഇതുവരെ നിന്റെ പരിശോധന കഴിഞ്ഞില്ലേ സ്വാതി? എന്നിട്ട് എവിടെ? തെളിഞ്ഞില്ലേ നിന്റെ ഗർഭം? ടെസ്റ്റ് ചെയ്ത കാർഡ് എവിടെ? അതൊക്കെ ഇവളുമാരെ എപ്പോഴും ഒളിപ്പിച്ചു കാണും. എന്റെ വേദ ഗർഭിണിയാണെങ്കിലല്ലേ കാണിക്കാൻ പറ്റൂ അതൊക്കെ. എന്താണ് നിന്ന് ഇളിക്കുന്നത്? പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത കാർഡ് എവിടെ? കാണിക്കടി. വിശ്വാസായില്ലേ? സ്വാതി ഏട്ടത്തി ഗർഭിണി തന്നെയാ. ദാ നല്ലതുപോലെ സൂക്ഷിച്ചു നോക്കിക്കോ. പിന്നെ കണ്ടില്ലെന്ന് പറയരുത്. ഇനി രണ്ടുപേർക്ക് സംശയമൊന്നുമില്ലല്ലോ? എന്നാ പിന്നെ വിട്ടോ. പെട്ടെന്ന് താഴെ പോയിട്ടേ എല്ലാവരുടെയും സന്തോഷ വാർത്ത ഒന്നും കൂടെ ഉറപ്പിച്ച് പറഞ്ഞേക്ക്. ആ ചെല്ല്.
ഇല്ല വേദേ, ഇത് ഞാൻ വിശ്വസിക്കത്തില്ല. ഇതിനകത്ത് എന്തോ കള്ളത്തരമുണ്ട്. അത് തന്നെയാ എന്റെയും വിശ്വാസം. പക്ഷെ ആ കാർഡിലെ 2 വരകൾ പ്രഗ്നൻസി ഇല്ലെങ്കിൽ അതെങ്ങനെ വരും? അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പറ്റണം, പറ്റിയേ തീരൂ. തൽക്കാലം ഈ കള്ളം നമുക്ക് എല്ലാവരോടും ആവർത്തിച്ചേ പറ്റൂ. നിനക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ ആ വേദയുടെയും ഗൗരിയുടെ മുമ്പില് ദഹിച്ചില്ലാതായി പോയേനെ ഞാൻ. അങ്ങനെയൊന്നും ദൈവം നമ്മളെ കൈവിടില്ലെന്ന് ഇപ്പൊ ഒന്നുകൂടി ഏട്ടത്തിക്ക് മനസ്സിലായില്ലേ? എന്നാലും എങ്ങനെയാണോ എന്തോ അപ്പൊ അതെനിക്ക് ഓർമ്മ വന്നത്. ഓ, രക്ഷപ്പെട്ടു. ബാഗിൽ ഉണ്ടാവോന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക്. ഏതായാലും ഭാഗ്യം. എന്താ ഇത് എന്റെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തതാ. അന്ന് ആശുപത്രി വെച്ച് ഈ കിറ്റ് വെച്ചാ എന്റെ പ്രഗ്നൻസി കൺഫേം ചെയ്തത്. ഒരു ഓർമ്മയ്ക്കായി അന്ന് വെറുതെ ഞാനിത് വാങ്ങി ബാഗിലിട്ടു. ഞാൻ നോക്ക്, 2 ലൈനും തെളിഞ്ഞിട്ടുണ്ട്. ഭാഗ്യത്തിനിപ്പോ എനിക്കത് ഓർമ്മ വന്നു. ഇത് മതി, ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. വാ. നമ്മള് കള്ളം പറഞ്ഞതാണെന്ന് തിരിച്ചറിയുമ്പോ എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തില്ലേ? ആ സമയത്ത് അവർക്ക് മുന്നിൽ നമ്മൾ കുറ്റവാളിയായി നിൽക്കേണ്ടി വരില്ലേ? അതിനൊരു വഴി ഈശ്വരൻ തന്നെ കാണിച്ചു തരും. അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോളാം. എന്ത് പറയും? ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോ എനിക്ക് തെറ്റിയതാണെന്ന് പറയാം. എന്നാലും ഏട്ടനോടെങ്കിലും ഒന്ന് സത്യം പറയണ്ടേ? പറയണം. അതിനൊരു സമയം വരും, കുറച്ചു ദിവസം. അതുവരെ ഈ സന്തോഷം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. പുറത്ത് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടി കാത്തു നിൽക്കുന്ന അച്ഛനും ഏട്ടനും ഒക്കെ ഉണ്ട്. അവർക്ക് മുന്നിലേക്കാ നമ്മളിപ്പോ പോകുന്നത്. തൽക്കാലം അവരുടെ മുന്നിൽ നമ്മൾ അഭിനയിച്ചേ പറ്റൂ. നന്ദിനി, ഒന്നുമില്ല, എല്ലാം ശരിയാവും. എടുത്തി വാ, വന്നേ. എന്തായാലും മക്കളെ, അവള് പറഞ്ഞത് സത്യാണോ? അതെ, അവള് ഗർഭിണി തന്നെയാ. സത്യാണോടി കൊച്ചേ? ഒരു കൊലച്ചതിയായി പോയല്ലോ. അവരെ വിശ്വാസമില്ലാതെ തെളിവെടുക്കാൻ പോയതല്ലേ രണ്ടാളും കൂടെ. എന്നിട്ടിപ്പോ എന്തായി? ഭാനുമതി, കുട്ടികൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് പറഞ്ഞു തിരുത്തി നേർവഴിക്ക് നടത്തേണ്ടവളാണ്. അതൊക്കെ മഹേഷേട്ടന്റെ തോന്നല. ദാ, ഞാൻ ഇവർക്ക് നേർവഴി തന്നെയാ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ മഹേഷേട്ടാ, ഇപ്പോ സ്വാതി ഗർഭിണിയാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഒരു ഡോക്ടറെ കാണാൻ വൈകരുത്. ഗർഭിണിയാവുന്ന ആദ്യത്തെ മാസം മുതൽ കഴിക്കാനുള്ള മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. മോനെ നീലെ, അമ്മായി കാര്യമായിട്ടാ പറയുന്നത് കേട്ടോ. ഇന്ന് തന്നെ ഡോക്ടറെ പോയി കാണാം. എന്തായാലും മഹേഷേട്ടാ, സ്വാതിമോളെ നോക്കാനായിട്ട് കുറച്ച് ദിവസം ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. സദാനന്ദ, ഞങ്ങൾക്ക് ഒരു ലോട്ടറി അടിച്ചു. അതല്ലേ സംഗതി കേട്ടപ്പോ തന്നെ ഞാനീ പോകുന്നത്. നീലേ,
ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവാതെ. ഇങ്ങനെന്ത് സ്വാതിയുടെ ഗർഭം കാണാനാണ് ഓടിപ്പിടിച്ച് വന്നത്? അല്ല, സ്വാതിമോളെവിടെ? ഏടത്തി മുകളിലത്തെ മുറിയിൽ വിശ്രമിക്കാങ്ങളെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയി സ്വാതിയെ കണ്ടോളാം. ആയിക്കോട്ടെ. മനുമതി, നീ കൂടെ വന്നേ. ഞാനോ? ഞാനെന്തിനാ വരുന്നത്? ഞാനിപ്പോ അവളെ കണ്ടതല്ലേ ഉള്ളൂ. അതൊക്കെ ശരി, എന്നാലും നീ കൂടെ വാ. ഓ വരാനല്ലേ പറഞ്ഞത്? ഓ വരുവാ, വാ. നടക്ക്. ഗൗരി, നീ വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ഈനാമ്പേച്ചിയും മരപ്പെട്ടി എന്ന് പറയുന്ന ഇതാ അല്ലേ വലിച്ച? കുറ്റം കണ്ടുപിടിക്കാനും കുഴപ്പമുണ്ടാക്കാനും ഗൗരിയെ കഴിഞ്ഞിട്ടുള്ള ഒരാള്. വേദയും കൂടെ വന്നപ്പോ അത് പൂർണ്ണമായി. ആ നീലേ, നീ നമ്മുടെ ഫാമിലി ഡോക്ടർ ശ്രീദേവി ഒന്ന് വിളിക്ക്. ചെക്കപ്പിന് സ്വാതി നമുക്ക് ശ്രീദേവി എടുത്തു കൊണ്ടുപോവാം. അയ്യോ അച്ഛാ, അത് വേണ്ട.